ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പം ഞങ്ങളൊരു റീലിന്റെ BTS ആയിട്ടാണ് ഒരു ചെറിയ റീൽ എടുക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. പിന്നമ്പർ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പം മാത്രമല്ല, നമ്മൾ പുതിയ ഒരാളെ കൂടെ പരിചയപ്പെടുത്തിത്തരാം. ഞങ്ങളെ വെട്ടിക്കര ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ അമൽ വെട്ടിക്കല. അപ്പൊ അമലിന്റെ വീട്ടിലാണ്. ഫോട്ടോ എടുക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ, പക്ഷെ ഫോട്ടോയുടെ ഇൻസൈഡിൽ പുള്ളിക്കാരൻ വരാൻ ഭയങ്കര ഷൈയാണ്, ഔട്ട്സൈഡിൽ പുള്ളിക്കാരൻ ഭയങ്കര ആക്റ്റീവ്. അപ്പം ഇവർ രണ്ടുമായിട്ടുള്ള ഒരു റീല് ഉടൻ തന്നെ ഒരു ഐശ്വര്യമായിട്ട് ദോശ വിട്ട് ജിമ്മ മീശയൊക്കെ ഡ്രോ ചെയ്ത് സുന്ദരനായി. അടുത്ത ഉണ്ണി മൂന്ന്. അപ്പം ദോശ വിട്ട് തുടങ്ങാൻ പോവാണ്. അപ്പം ഇതിന്റെ റീലിന്റെ പിന്നമ്പർ കാഴ്ചയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. വ്ലോഗുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഇത് വ്ലോഗ് എടുക്കുന്ന കണ്ണാണ്. റീൽ എടുക്കാൻ വേണ്ടി ഞാൻ ഈ സിന്ധുട്ടി ദോശ ചൂടാൻ. സോ ഹായ് ഹായ്, ദോശ എത്തിക്കുന്നു. വൈഫൈ അല്ലേ? വൈഫൈ വേണ്ട, വേണ്ട വേണ്ട. കത്തോട് അത് തീയ വരുന്ന അല്ലാതെ മറ്റേ ഇതല്ല. കത്തിയൊരു പിടുത്തമായിരിക്കും. കണ്ടോ, താടിയൊരു കത്തി പോകും. കണ്ടോ, താടിയുടെ അവിടെ വെച്ചെങ്കിൽ കത്തി. ചുപ്പുണ്ടോ ചിക്ക് ചിച്ചമ്മേ. ഇതിന് ഉപ്പ് കൂടുതലാണെങ്കിൽ ആറ് പ്രശ്നമോ? 6 വർഷം. അജുവിന്റെ പ്രശ്നം. ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ ആറ് പ്രശ്നം. ആരും ഉപ്പിട്ടേരാ അതിനകത്ത് ഞാനും വിട്ട് അവന് വിട്ട് ഞാനിങ്ങനെ ഇവനെ ഇത് പോരാന്നുണ്ട്. ഞാൻ ചുമ്മാ സ്പൂൺ എടുത്ത് ഇങ്ങനെ ഉപ്പില്ല കേട്ടോ. അജു നിനക്ക് കുക്കിംഗ് അറിയോ? അവന് കാരണന്മാർക്ക് അടുപ്പിന്റെ പുറത്ത് എറണാകുളത്ത് ദോശ എറണാകുളത്ത് അവന് എറണാകുളത്ത് എന്തോ ജോലി അറിയാമോ? ഇതുപോലെ തട്ടുകട ജോലിയാ, ദോശ ഉണ്ടാക്കുന്ന. മനസ്സിലായോ? അവൻ എറണാകുളത്ത് ജോലി ചെയ്താ തട്ടുകടയില്. തുപ്പൂല. കുറച്ചും കൂടെ തോനെ ഒഴിച്ചാൽ വലിയതുണ്ടാക്കാം. എണ്ണ ഒഴിക്കില്ലേ? നല്ല രീതിയിൽ എണ്ണ മയം കുറച്ച് നടുക്ക് കേൾക്കണ്ടല്ലേ, കരിഞ്ഞു പോകും. മോനെ അത് ഒരു നല്ല ഷേപ്പായിട്ട് വേണം. ഇത് കടയിലെ ദോശ മൂന്നെണ്ണം കൂടെ ദോശ കടയുടെ ദോശ നാണയത്തിന് സെറ്റ് ഒരു മിടുക്കം തന്നെ. നിങ്ങൾ നിന്റെ വീട്ടിൽ മസാല ഉപ്പുണ്ടോ? കൂടുതലാണ്. റീലിനോട്ടുള്ള ദോശ ഒന്നും കിട്ടുന്നില്ല, എല്ലാം അച്ഛൻ കഴിക്കുവോ? ഇത് നമ്മള് ഇത് മറിച്ചുള്ളൊരു ഇതുണ്ട്, ശൈലിയാണ്. ഇത് എന്ന് പറഞ്ഞാൽ നല്ലിട്ട് കുറച്ചും കൂടി സൈഡ് ഇതാണ്. ഈ കടയിലൊക്കെ ഹൈ ഫ്ലെയിം ആണല്ലോ ഈ സൈഡിൽ വെന്തില്ല ഇവ എന്തിനാ ഇത്ര പരുത്തിയത്? കുറച്ചും കൂടി പരത്തണമായിരുന്നു. അജു പരത്തിയ ദോശ. അജുവിന് എറണാകുളത്ത് അജു ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ദോശ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇടയ്ക്കൊക്കെ എറണാകുളത്ത് പോകുന്നത് ഇതുപോലെ തട്ടുകടയില് ഈ ദോശ ഇടാനാണ്. അങ്ങനെ ഭയങ്കര പൈസക്കാരനായി അപ്പൊ ഇരിക്കുന്നുണ്ടോ അവിടെ തന്നെ ഇങ്ങനെ കുനിച്ചല്ല ചവാ. ഇത് കഞ്ഞ് വലിയ മാസ ഡയലോഗ് അടിച്ചതാ. ഈ ഭർത്താവിനെ പെട്ടെന്ന് പറഞ്ഞു വേണം. ഇത് അമീബ പോലെ ആക്കി കളഞ്ഞല്ലേ. സോറി എടാ, നീ ഇവിടെ എങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല, വീഡിയോ എടുക്കാൻ. ഇവനെ മറ്റേ കുപ്പി തന്ന ഭൂതം ഉണ്ടല്ലോ, അതേപോലെ സൊല്ല ജവാൻ. പക്ഷെ ബാക്കിൽ കൂടെ ഒന്നും പോവല്ലേ. ഗായ്സ്, അപ്പൊ ഞങ്ങളിവിടെ ദോശ വിട്ട് സെറ്റായി. അപ്പം അടുത്ത ഷൂട്ടിലോട്ട് പോവാം. ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ ദോശ ഇടാൻ വേണ്ടി വിളിച്ചു വരുത്തിയ. പക്ഷെ ചുടുന്ന ദോശ ഒന്നും കാണുന്നില്ല ഗായ്സ്.
ചുടുന്ന ഇത് ആരോ കഴിക്കുന്നു, ആ ആളെ കാണിച്ചു തരാം. അപ്പം എങ്ങനെയുണ്ട് ദോശ കഴിച്ചിട്ട്? അടിപൊളി, സൂപ്പർ. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ദോശ ഇട്ടിട്ടുള്ളത്? ഈ ഫോൺ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. ഇത് കഴിക്കോ? കഴിഞ്ഞു നാച്ചു. ഓക്കെ. അത് രണ്ട് ദോശയുടെ പിടിച്ചിട്ട് ഇതാ ആണോ, ഒരു ദോശയായിട്ടല്ല കഴിക്കുന്നത്, രണ്ട് ദോശകൾ എടുത്തിട്ട് ഒരേപോലെ ഒരുമിച്ച് തന്നെ പറിച്ച് കഴിക്കുക. കുറച്ച് വീഡിയോസ് എല്ലാം അജുവിന്റെ ഫോണിൽ എടുത്തപ്പോ അതിന്റെ ക്വാളിറ്റി കേക്കട്ടെ. പറയല്ല. അപ്പൊ മൈക്ക് ഇവിടെ കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാം. അത് മാത്രമല്ല, വ്ലോഗിനകത്ത് കുറച്ച് വീഡിയോസ് എന്റെ ഫോണിലാണ് എടുത്തത്. എന്റെ ഫോണ് 13 ആയതുകൊണ്ട് സോ കുറച്ച് വളരെ ടൈം ഇല്ല കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് തീർക്കണം. അപ്പൊ വരാം ഗൈസ്. ഇങ്ങനെ മറ്റേ പ്രേമിലേക്കത് എത്തുന്നില്ല ഹെയർ സ്റ്റൈൽ, അത് കൊള്ളായിരിക്കും. എനിക്ക് അതൊരു പൂക്കി വൈപ്പ് ആവത്തില്ലേ? അത് സൂപ്പറാണ്. പൊറുക്കിയാവും ഞാൻ. കറച്ച് പൂക്കി ചിന്തൂട്ടി. ലിപ്സ്റ്റിക് ഇടണോ ഗൈസ്? ലിഫ്റ്റിക്ക് ഐലൈനർ കൊള്ളാമോ? ഐഷാഡോ കൊള്ളാമോ? ചിന്തക്ക് വട്ടാക്കി. ഞാൻ എന്റെ വേറെ സാധനം കാണിച്ചു തരാം ഗൈസ്. ഇതെന്താണ്? തവി. തവി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ബാഗ് ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? അടുത്ത 1 മണിക്കൂറിൽ തീർക്കണേ. എനിക്ക് പണം എവിടെ പോണം? എവിടെ പോണ്ടേ? എവിടെ വർക്കൊണ്ടാ വിളമ്പം ഇൻഫെക്ഷൻ ആയിട്ടേ, ഈ ഇൻഫെക്ഷൻ ആയിട്ടാണ് വീടുകളിൽ കളത്തിലൂടെ ഇത് വരുന്നത്. എടാ ആ ഷോട്ട് ഓക്കെ നോക്കട്ടെ. അങ്ങനല്ല, ഗൈസ് ജിമ്മന് ദോഷം കൂടെ അറിയത്തില്ല. ചോറ് തൊട്ടേ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കരിച്ചേക്കുന്നു. സോ ഇതിനു വേണ്ടിയാണ് അതിനകത്തില്ല. ഇതെന്തൊരു ദോശയാ? അല്ല ഇതിന് ഷൂട്ടിന് ഫസ്റ്റ് കൊടുക്കാത്ത സംസാരമൊന്നുമില്ലല്ലോ. ഇത് നീ തിന്നണം. ചിന്തക്ക് ദോശ കൂടെ അറിയാമോ? ഫസ്റ്റ് ഷോട്ട് സംസാരമൊന്നുമില്ലല്ലോ. മറന്നുപോയോ? അറിയാം. നീ വെള്ളം ഒഴിക്കണോ? വെള്ളം അവിടെ ഫസ്റ്റ് ഷോട്ട് കണ്ട കരിച്ചു. അയ്യോ പ്രശ്നമുണ്ട്. ഫോട്ടോഗ്രാഫി വീടാണ്. ചമ്മന്തി ഉണ്ടാക്കണം. ചമ്മന്തിയില്ല, ചമ്മന്തി ഒഴിച്ചു കൊടുക്കുന്ന ഒരു സീൻ. അത് നമുക്ക് മല്ലിപ്പൊടി കലക്കി കൊടുക്കാം. മല്ലിപ്പൊടി കൊടുത്താൽ മതിയോ? എനിക്ക് മല്ലിപ്പൊടി കഴിക്കുന്നുണ്ടോ? കഴിക്കുന്ന ദോശ മാത്രമേ കഴിക്കത്തുള്ളൂ. വേണം കഴിക്കണം. ഉപ്പില്ലേ? എന്തോ കട്ട് ചെയ്തേ. ഏറ്റവും വലിയ ഭാഗ്യം തന്നെ ഇത് ഇളകി വരുന്നത്. എനിക്ക് വലിയ കാര്യം. അവിടെ ചിന്തൂട്ടി ദോശ ഇടാൻ പോകണം. കൂടുതലാണോ? ചമ്മന്തി കാണിക്കാൻ വേണ്ടി എന്ത് മുളക് പൊടിയോ? മുളക് പൊടി മല്ലിപ്പൊടി എടുത്തു. ദോശ അതിനകത്ത് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ചമ്മന്തി ആക്കുന്നു. എങ്ങോട്ട് കൊള്ളത്തില്ല. കൊള്ളത്തില്ല. അയ്യോ എന്റെ ചുമ്മാ ഇങ്ങനെയൊക്കെയാണ് ദോശ ഇടുന്നേ. ഇവിടെ നമ്മളെ അജു നമ്പൂതിരി കണ്ട ഇവിടെ ദോശ ഇടുകയാണ്. അവൻ വീട്ടിൽ ഇരുന്നൊക്കെ ഉണ്ടോ? കറച്ച് ചമ്മന്തി മാറി. ഇന്ന് മറിച്ചിട്ടേ, ഇന്നായിട്ട് മറിച്ചിട്ടേ. ഏത് പൊടിയാ? ആ കൂടെ ചില കറി വരുന്നത്. ഇത് ചമ്മന്തി. ദോശമാരത്ത് മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചമ്മന്തിയായി ഗായ്സ്. പഞ്ചസാര ഇട്ട് കഴിയും. അതാരും നോക്ക് ചമ്മന്തി അതേ കൺസിസ്റ്റൻസി ആയി. അവസ്ഥ കഴിക്കാൻ കൊള്ളത്തില്ല. കഴിച്ചു കഴിഞ്ഞാൽ ഇളകാണ് കിടക്കും. തിരിച്ചിട്ടാ കുത്തത്. ഇതെന്ത് കാണിക്കുന്നേ? ഒരു ഡബിൾ ഓംപ്ലേറ്റ് തട്ടടയാക്കി.
തോന്നുന്നു ദോശയ്ക്ക് ഉപ്പുണ്ടോ അത് ചോദിച്ചു. അല്ലാതെ പ്രശ്നം ഇത് തരാൻ അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. വേണോ? വേണ്ട. കൊള്ളാല്ലേ? സൂപ്പർ. അപ്പൊ വരാൻ ഗൈസ്. എണ്ണ തന്നെ നീ എണ്ണ കൊള്ളാവോ? സൂപ്പർ. എന്താ തിന്നില്ല. ഞങ്ങൾ വരാൻ ഗൈസ്. തേൻ സാധനം. ഒന്നുകൂടെ എനിക്കറിയത്തില്ല. ഇവിടെ കൊറേ ദോശ വിട്ട്, പക്ഷെ ചുടുന്ന ദോശ ഒന്നും കാണുന്നില്ല. ആ ശരി. ശരിയായോ? ആ വാവേ. ഇതെറ്റി നാക്കിന്റെ അത് സെന്റർ ആവുമ്പോ ഇരിക്കണ്ടേ നേരെ നേരെ ഇരുന്നാ മതി, നേരെ ഇരുന്നാ മതി. ആ ഫേസ് പ്രൊഫൈല്. ആ ഓക്കെ ഓക്കെ കറക്റ്റ്. ഓക്കെ നോക്കട്ടെ. ഞാൻ വിളിക്കട്ടെ. എന്ത് സാധനം വെച്ചിട്ട് കുറച്ചുകൂടെ താപ്പോട്ട് വഴി കുറച്ചുകൂടെ താപ്പോട്ടോ. ഓക്കെ എനിക്ക് സൗണ്ട് ഓക്കെ എനിക്ക് ഇതിനകത്ത് കുരുത്തിടാം സൗണ്ടിന് വേണ്ടി. സൗണ്ട് ഓക്കെ. എടാ നീ ഈ പ്രൊഫൈൽ ഉണ്ടോ? ഈ പ്രൊഫൈൽ ഇത്രയും വേണ്ട, ഈ കുറച്ചും കൂടെ കേറി കിടന്നു. കുറച്ചുകൂടെ ഇങ്ങോട്ട് പറഞ്ഞു. ആ ഈ ഒരു സംഭവം ആ അത് സെറ്റ് ആകാം. ഇതാ കറക്റ്റ്. ഓക്കെ ആ ഷോട്ട് ഞാൻ എടുക്കാം. ഓക്കെ ഓക്കെ അല്ലേ? ഒന്നാണ് നോക്കട്ടെ. പ്രൊഫഷണൽ സിനിമാറ്റോഗ്രാഫർ നമ്മൾ അജു ആണ്. അത് സബ്ജക്ട് മനസ്സിലാക്കുന്നില്ല ഗൈസ്. അതാ എടാ പുകയൊക്കെ നല്ലതായിട്ട് എടുക്കുന്നുണ്ട്. കാരണം മോഹം കിട്ടത്തില്ല. ഓക്കെ ഗൈസ് ഞങ്ങൾ വരാം. സമയം ഉറക്കം വരെ ഇവിടെ 10-200 ആഹയായി. ആ ഓക്കെ എഴുതാം. രണ്ടാൾക്ക് എഴുതാം. അത് സ്റ്റാർട്ടിങ്ങിലെ എഴുതാൻ പോവാ. ഇനി കഥ എഴുതാൻ പോവും. ABC പോരെ. ഞാൻ കഴിക്കുന്നു. കഴിപ്പ് മാത്രം നടക്കുന്നതാണ്. എനിക്ക് സംശയാസ്പദമായി നോക്കട്ടെ. ആരെ? ചിന്തുട്ടി ബളിക്കുക. എന്റെ മുഖത്തൂല 15 GB. ഇത് കളാം. എല്ലാവർക്കും കളാം. മോക്കെടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കി. ആ ശ്രീകേടാ സാധനം ഞാൻ കൊളാക്കിയതാണ്. നമുക്ക് ആകത്തല്ലേ. സിന്ധുട്ട് കോളാക്കി ഗൈസ്. ദോശ എത്ര പാടാതില്ല. ഒരു ഷോട്ട് എടുക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ നല്ലതായിട്ടില്ലല്ലോ. ഈ ഷൂട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒന്ന് സ്റ്റാർട്ടിങ് എടുത്ത് കുറച്ചും കൂടെ ഉണ്ട്. ആ ഒരു ലൈറ്റിംഗ് ആയാലും ഇത് കുറച്ചും കൂടെ നല്ല ലൈറ്റിംഗ് എന്തൊക്കെ മോശമായ അതി പൊഹ വന്ന് അത് എടുത്തില്ല. മറ്റേ ഡിലേറ്റ് കളഞ്ഞു. ഒരു പ്രൊഫൈൽ സൂപ്പർ ആയിരുന്നു. ആദ്യത്തെ കാണിച്ച ആ ഒരു എനിക്കൊന്നേ ഈ വെള്ളം ഇനി ഒഴിക്കണ്ട, അല്ലാതെ ദോശ ഇട്ടാ മതി. ആണോ? എന്നാ ഇത് മതിയല്ലേ? എന്നാ പിന്നെ ഇത് അത് മതി. അല്ല ജസ്റ്റ് ക്ലിപ്പ് അപ്പൊ ലാസ്റ്റ് എടുത്തത് ലാസ്റ്റ് കുഴപ്പമില്ല. എന്നാ പിന്നെ അവിടുത്തെ എടുത്തില്ലോ. എല്ലാം കിട്ടില്ല. ഇത് അവതാരം കൊണ്ട് പറഞ്ഞു നോക്കാം. രാത്രി ഒഴിച്ച് കഴിപ്പ് അത്ര നടക്കുന്നല്ലോ. ആരാ ജനിച്ച്? ഫെബ്രുവരി 2. നീ പിന്നെ ഡിസംബർ എന്ന് പറഞ്ഞതോ? ഷക്കീർ ഉണ്ട്. ഷക്കീല്. ഫെബ്രുവരി 2. നിങ്ങളെ ഒരുമിച്ച് ജനിച്ചല്ലേ? അവര് അമേരിക്ക ജനിച്ചു. നീ ഏതാ കാട്ടാക്കട? ഏത് ദിവസം? കൊട്ടാരക്കര. മറ്റേ
ദോശ എടുക്കുന്ന ഷോപ്പിലുണ്ട് അതിനകത്ത് ഞാൻ ഞാനായിരുന്നു എന്റെ അമ്മയുടെ ആയിരുന്നു ഫസ്റ്റ് പ്രസവം എടുത്തെ പ്രസവമല്ല ഓപ്പറേഷൻ. നീ ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ മാത്രം ധരണി 9:30 ഞാൻ ജനിച്ചേ. 9:35 ബാക്കി പിള്ളേര്. അന്ന് ജനിച്ച ബാക്കി എല്ലാ പിള്ളേരും കാർത്തികേയ. ഓ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ ഞാൻ. നിന്റെ നാളെ ഏതാ? ഭരണി. ഭരണി ഉപ്പിലിട്ട് നിന്റെയാ? അച്ഛൻ ചിത്തിര ചോദ്യ വിശാഖം. ചിത്രയിലുണ്ടായ 12ാമത് വിശാഖം. ക്രിക്കറ്റാ. ജിമ്മിന്റെ ഉത്തരാടാ. അങ്ങ് ഗസ് അടിക്കുക അല്ല ജിമ്മിന്റെ ഉത്തരാടാ. സ്ക്രിപ്റ്റ് നോക്കുക. കാരണം എന്റെ ഡാഡിയുടെ ഉത്തരാടമാണ്. എന്റെ മമ്മിയുടെ. പക്ഷെ 2 നാളുള്ളവർ ഒരു വീട്ടിൽ താമസിച്ചൂടെന്ന് പറയുന്നുണ്ട്. അല്ല 2 നാളല്ല, ഒരേ നാളുള്ളവർ 2 അല്ല ഒരു വീട്ടിൽ താമസിച്ചൂടെന്നൊക്കെ പറഞ്ഞു. നിന്റെ ഫേവറേറ്റ് ക്രിസ്പി എഡ്ജ് ദോശ നല്ല ചൂടാണ് എന്ന് ആദ്യം പറയും. അപ്പൊ ഇതിനകത്ത് അവളുടെ 2 സജഷൻ ഇങ്ങനെ കട്ടായിട്ട് കയറണം. അപ്പം ഷോർട്ട് എങ്ങനെ പറഞ്ഞു? എന്റെ ആദ്യം കുറവാണ് ദോശ എടുക്കുന്നതായിട്ട്. അല്ല, ദോശ ചുട്ട് കഴിഞ്ഞിട്ട് ജിമ്മിൽ നിന്നാണ് പിന്നെ അടുത്ത ഫ്രെയിം വരുന്നത്. ദോശ എടുക്കുന്ന ഷോട്ടല്ലേ? ചുടുന്ന എടുത്തു. ഈ ദോശ ഇങ്ങോട്ട് ഇവിടെ ഇടുക, ഇങ്ങനെ അങ്ങോട്ട് ഇടുക. ഈ ദോശ എടുത്ത് അങ്ങ് കൊടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. അല്ല, ദോശ ചുടുന്ന ഷോട്ട് വേണ്ടേ? അത് സെപ്പറേറ്റ് എടുക്കാം. അല്ലാതെ ദോശ തുടങ്ങിയതാണ്, ഡയലോഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അല്ല, ഇത് തീറ്റ മാത്രമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കേട്ടത് ഈ ഭർത്താവ് പക്ഷെ ഭർത്താവ് പഠിച്ചു കേട്ടാ. കുറച്ചുകൂടെ പെർഫെക്റ്റ് ആണ്. ഞങ്ങള് കാറ്ററിംഗുകാരല്ലടാ, അവർക്ക് കൊടുക്കാനും തിന്നാനും. ഷൂട്ട് ചെയ്യണ്ടേ? ഓക്കെ റെഡി. ചെയ്യുവാണെന്ന് എടുത്തോളാം. പെർഫെക്റ്റ് ആയിരിക്കും. കാരണം വേണം ഷോട്ട് നോക്കിക്കോടാം. ഞാൻ ഇനി കാണാൻ പറ്റത്തില്ല. മൈക്ക് ആക്ഷൻ. ലാസ്റ്റ് വ്യക്തമല്ലോ. നീ പറഞ്ഞത് ട്രിപ്പിലോ ഔട്ടിങ്ങല്ലേ നീ പറഞ്ഞത്? അജി എടുത്തോളാം. എടുക്കണോ? എടുക്കോ? ട്രിപ്പിനോ എടുക്കണോ? ട്രിപ്പിനോ ഔട്ടിങ്ങല്ലേ നീ പറഞ്ഞത്? ഇതുണ്ടോ? മൂക്കോക്ക് അതുകൊണ്ടാ ഞാൻ ഇത് അടിച്ചോ. ബ്ലൂ പക്ഷെ ഇത് ബ്ലൂ ഷെയ്ഡ് അങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്ക് ഞാൻ ക്യാമറ കൈമാറി. അത് റെസ്റ്റ്. കയ്യെ പിടിച്ചോ? കയ്യെ പിടിക്കോ? കൈ റെഡി റോളിംഗ് ആക്ഷൻ. എടി നിന്നെ വിട്ടിട്ടോ എനിക്ക് ഇഷ്ടം ഉണ്ടാക്കാവോ? ഞാനില്ലാത്ത 10 ദിവസം എനിക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം ഓർഡർ ചെയ്തുതരാം. ഞാൻ അങ്ങനെ ചെയ്യും. ഗൈസ്, സമയം 2:01 ഉച്ചയ്ക്ക്. അവൻ ഇതുവരെ റീൽ എടുത്ത് കഴിഞ്ഞില്ല. ഗൈസ്, മെയിൻ ക്യാമറയിലാണ് റീൽ ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പോ അജുവിന്റെ ഫോണാണ്, അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി കുറവ് കാണുമായിരിക്കും. എന്താ സെറ്റായോ? നീലക്കൂക്ക വന്നു. നീലക്കൂക്ക നീ എത്ര ദിവസം? ഞാനല്ല, അവൻ കറക്റ്റ് സമയമാകുമ്പോ വരും. ദോശ നീല കുറുക്കനാണോ നീല കുരുവിയാണോ? നിങ്ങൾ പറയുക ഏത് പേരാണ് ചേരുന്നത്? നീല പൊന്മാൻ. മറ്റേ നീല കുയിലല്ലേ? നീലക്കുയി. അയ്യോ, ഇത് തന്നെ ഞാൻ പറഞ്ഞു കേക്കട്ടെ. അയ്യോ, അതിങ്ങനെ പറയണ്ട.
തിരിച്ചറിയോ? തിരക്കണം തിരക്കണം ഇതെല്ലാം കാര്യങ്ങൾ പറ. പറയോ? വലിച്ച് കീറി നശിപ്പിച്ച് ഇവിടെ ഇരിക്കണ്ടേ? പോലീസുകാർ ആളെ കഴിഞ്ഞു. നീ ഇവിടെ ഇല്ല. ഇതന്നെ ഞാൻ പറഞ്ഞത്. അല്ല ഇവിടെ ഇരുന്നാ മതി. ഓക്കെ. ജനലറിയാനില്ല, എന്തെങ്കിലും ജനലറിയാനില്ല. ആ അപ്പൊ ഈ ലൊക്കേഷൻ ആവുമ്പോ പ്ലെയിൻ ആയിക്കോളും. കൂളിന്റെ ടീഷർട്ട് ഇട്ടോണ്ട് നിൽക്കുക. കൂൾ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റിക്കാനോ. ഇതൊരു കാര്യം. കൂൾ. ആഹാ. ആ. അല്ല ഇത് നിനക്ക് അറിയായിരുന്നു വന്നപ്പോഴത്തേക്ക്. ഇതല്ല ഞാൻ പറഞ്ഞത്. കുറെ നാൾ റെസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇപ്പോഴാണെന്ന് റീലൊക്കെ എടുത്തു തുടങ്ങി. അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടാവും. ഓക്കെ ചിന്തുട്ടി ആ. പേടിച്ചുപോയി. നീലക്കുയിലാണോ? ആക്ഷൻ. അതെ ഞങ്ങൾ ഓഫീസിലെ ബോയ്സ് എല്ലാവരോടൊന്ന് ഔട്ടിങ്ങിന് പോയതാണ്. 3 മണിക്ക് ഇറങ്ങിയാൽ മതി. പക്ഷെ 3 മണി കൊണ്ട് റീല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അതിന്റെ അടുത്ത നെക്സ്റ്റ് ഡേ എടുക്കേണ്ടി വരും ഷൂട്ട്. വീട്ടിൽ പോയിട്ടോ വർക്കിന് പോവാൻ? ഷർട്ട് കൊണ്ടുവരാൻ പോകുന്ന വഴിയാണോ? എന്നാലും വണ്ടി വേണ്ടേ? ആ പിന്നെന്താ വണ്ടി കൊണ്ടുവരാൻ എടാ ഈ സംസാരിക്കുന്ന സമയം മതി വീഡിയോ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. എന്തുട്ട് ലാഗല്ലേ? എന്താ പറഞ്ഞ? ശോഭനയെന്ന് ഞാൻ പറഞ്ഞത് ശോഭനയോ? ഇതോ? അതല്ല നമുക്ക് ഈ ഷോട്ട് രീതിയിൽ നമ്മൾ പിടിക്കാൻ പോകും. ശോഭന ഏത് റേഞ്ച് നിൽക്കുന്നത്? ചിന്തുട്ടി ഏത് റേഞ്ച്? ആ റേഞ്ച് എത്താൻ പറ്റുമോ? എന്തിടാനാ? മുട്ടയിടാന്. ഞാൻ പ്രൊഫഷനായി തട്ടടാ പ്രൊഫഷൻ. സത്യം പറയണ്ട, ആ ചട്ടത്തിന് കരിയല്ല. വളരെ ആകെ വൃത്തി അങ്ങോട്ട് ഈ കാര്യം ചെയ്യും. അപ്പോ സത്യം പറഞ്ഞ ഇവിടെ ദോശയോടെ മാത്രമേ നടക്കുന്നുള്ളൂ. ഇടുന്നതിന് മുന്നേ എന്നെ ഒരു പങ്കെടുത്തു. അടാ കൊതിമൂത്തിരിക്കുക ദോശക്കള്ളി. ഇനിയുണ്ട് മാവുണ്ട്, പക്ഷെ നമ്മളിത് വേറെ വീഡിയോ എടുത്ത് കഴിയില്ല. എന്തുവാ ഒരു എക്സ്ട്രാ കെയർ സ്നേഹമൊക്കെ? എന്താ മോളെ ഇങ്ങനെ നടന്നാ മതി. ഞാൻ ചെയ്തോളൂ ചെയ്യും. ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ അതുപോലെ എന്നെ നോക്കിയിട്ട് എന്റെ ഫേവറേറ്റ് ക്ലേ ദോശ. ഇത് എന്തുവാ ഒരു എക്സ്ട്രാ കെയർ സ്നേഹമൊക്കെ? എന്നെയല്ല നോക്കണ്ടേ? എന്റെ കണ്ണു നീ ആരെ നോക്കിയേ? ആ കണ്ണിലെ തീഷ്ണതാണ്. പറഞ്ഞു കേട്ടോ, കണ്ണാമനായിട്ട് എനിക്ക് റൊമാൻറ്റിക് പെട്ടെന്ന് വന്നേനെ. പിന്നെ എനിക്ക് വേറെ സാധനം ചെയ്യണം. ചിന്നുട്ടി വേറെ സാധനം കിട്ടിയായിരുന്നു എനിക്ക്. എന്തുവാ? അത് മറന്നു. ഇന്ന് എന്തുവാ അതിനകത്താണ് ഏറ്റവും ഇമ്പാക്ട്. ഇന്ന് എന്തുവാ? ഇന്ന് എന്തുവാ നോർമലി സംസാരിച്ചാൽ മതി. ഓവർ ആക്ടിങ്. നീ സത്യം പറയാൻ നീ നോർമലി ഇന്ന് നാച്ചുറൽ നാച്ചുറൽ. ഇന്ന് പക്ഷെ ഇത് എന്തോ ടെൻഷനാണ്. വീട്ടിൽ സംസാരിക്കുന്നില്ല. അങ്ങനെ ചോറാണ്. അമ്മ ഒരു സ്നേഹമൊക്കെ അമ്മയുടെ ലോകത്തല്ലേ എന്തുവാ അത് കളിച്ചോളൂ. ഇന്ന് എന്തുവാ ഒരു എക്സ്ട്രാ കെയർഫുൾ ഏറ്റവും കളത്ത് എന്തെങ്കിലും മനസ്സിലായി അത് കെയർ ചെയ്ത സോഫാക്കി തോന്നുന്നു. ചൂടങ്ങി ഇങ്ങനെ പറയണ്ടേ? ഇന്ന് എന്ത് ആക്ഷൻ. ഇന്നെന്താ ഒരു എക്സ്ട്രാ കെയറും സ്നേഹമൊക്കെ? ശരിയായോ? എന്റെ കഴിവ് വല്ല തോന്നുന്നു. ഇപ്പൊ ഇതായിപ്പോ എന്താ നീ മുടി കെട്ടിയോ?
ഷേവ് ചെയ്തോ? ആഹാ. കഴിഞ്ഞിട്ട് തീരുന്നിരിക്കും. ചെറിയ സെഷൻ ഫുൾ ഫോക്കസ് തന്നെ ആക്കിക്കോ. ഇത് നല്ല അജുനെ വീഡിയോ പഠിപ്പിക്കുകയാണ്. അജു സിനിമാറ്റോഗ്രാഫി. ഓക്കെ ആക്ഷൻ. നല്ല ചൂടാണ്. നിന്റെ ഫേവറേറ്റ് സ്റ്റൈൽ വഴിയാണ്. ചൂടന്നെ നിന്റെ ഫേവറേറ്റ് സ്റ്റൈൽ വഴിയാണ്. ഓക്കെ പറയട്ടെ ആക്ഷൻ. അപ്പൊ ജിമ്മിനെ നോക്കണേ. ആക്ഷൻ. നല്ല ചൂടാണ്. നിന്റെ ഫേവറേറ്റ് സൈഡ് വലിയ ദോശ. ഓക്കെ ആട്ടെ നാളെ കുത്തുന്ന സാധനം കഴിഞ്ഞു 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 കഴിഞ്ഞില്ലയോ? പേടിച്ചു. ജീവനെ കൊണ്ട് ഒരു വീഡിയോക്കൊക്കെ എന്താ കഷ്ടപ്പാടാ. അങ്ങനെ ആടാ എനിക്ക് സൈഡോ? അതിന് സൈഡ് കഴിച്ചോണ്ടിരിക്കാതെ വീഡിയോ ഉള്ളതാ. ഈ ഫ്രീ നീ ഡയലോഗ് ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് ഡയലോഗ് ഉണ്ടോ? ഡയലോഗ് എന്തെങ്കിലും ഉണ്ടോ? ചിന്തയുടെ സജഷൻ കേൾക്കാൻ പറ്റുമത്? സജഷൻ, ചിന്തുട്ടിയുടെ സജഷൻ. സജഷൻ കേൾക്കാൻ പറ്റുമോ? ഞാനാ ക്ലോസ്. ചിന്തയുടെ ചെറിയ സജഷൻ വേണം. നോക്കാം. ഫുള്ള് എന്റെ നോക്കട്ടെ. അതെ, ഞങ്ങള് ഓഫീസിലെ ബോയ്സിൽ അവിടെ ഔട്ടിങ്ങിൽ പോയാലും തോന്നുന്നു. റൊമാൻറ്റിക് എന്നോട് പറഞ്ഞു റൊമാൻറ്റിക് ചിരിച്ച് ചേട്ടായി. കോഫി. ആക്ഷൻ. അതെ, ഞങ്ങള് ഓഫീസിലെ ബോയ്സിൽ അവിടെ ഔട്ടിങ്ങിൽ പോയാലും തോന്നുന്നു. ശരിയായോ? ദോശ മാത്രമല്ല, വേറെ എന്തൊക്കെയോ നിങ്ങളോട് കുക്ക് ചെയ്യുന്നത്. ഓക്കെയാണോ? ദോശ മാത്രമല്ല, വേറെ എന്തൊക്കെയോ നിങ്ങളോട് കുക്ക് ചെയ്യുന്നത്. കുരുവൊക്കെ മനസ്സിലാവും. പാട് മാത്രം ജിമ്മി പോകുന്നുണ്ടോ? അല്ല ഇനി വെക്കണം. കേട്ടിട്ട് എനിക്ക് തന്നെ മനസ്സിലായി. കേട്ടിട്ട് എനിക്ക് വരാൻ കുക്കൻ കുക്ക് ശോഭനയല്ല ശോഭരാജ്. എന്നാ നിങ്ങളെ പെർമനന്റ് ഒരു കുക്കിനെ ആവശ്യമുണ്ടെങ്കിൽ അല്ല, അത് നീ നിന്നാ മതി. നിനക്ക് സ്വന്തമായിട്ട് ഉള്ളിക്കറി വെക്കാനും ദോശ ഇടാനും എല്ലാം അറിയത്തില്ലയോ? അറിയാം. 2 മണി വരെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 മണിക്ക് കുറച്ച് പരിപാടി. 3 മണി വരെ പറ്റത്തില്ല. ജിമ്മിന് 2 മണിയാകുമ്പോൾ കുറച്ച് പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഷൂട്ട് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു. അപ്പം നെക്സ്റ്റ് ഡേ ആയിരിക്കും വരുന്നത്. നോക്കാം. ഹലോ ഗായ്സ്, അപ്പം ഇവിടെ മുടിഞ്ഞ മഴ ഔട്ടർ എടുക്കാൻ വിട്ടുപോയി. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.